മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തഹസിൽദാർമാരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക. ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ അടിയന്തര യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അയൽ ജില്ലയായ ഇടുക്കിയിലും മലയോര മേഖലകളായ മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിലും മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തഹസിൽദാർമാരോടും വില്ലേജ് ഓഫീസർമാരോടും ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക ആവശ്യപ്പെട്ടു. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവരെ വേണ്ടിവന്നാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം. കഴിയുന്നത്ര പേരോട് ബന്ധുവീടുകളിലേക്ക് മാറാൻ നിർദ്ദേശിക്കണം. ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകാത്തവർക്ക് രേഖാമൂലം ഉത്തരവ് നൽകാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകണം. ജില്ലയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദിവസവും മെഡിക്കൽ ഓഫീസർമാർ സന്ദർശനം നടത്തണമെന്നും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടണമെന്നും ബോട്ട് സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും നദികൾ, ജലാശയങ്ങൾ, ബീച്ചുകൾ എന്നിവിടങ്ങൾ സന്ദർശിക്കുന്നതും സെൽഫി എടുക്കുന്നതും നിരോധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. താലൂക്ക് ഓഫീസുകളിലെയും കളക്ടറേറ്റിലെയും കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. ഡെപ്യൂട്ടി തഹസിൽദാറുടെ നേതൃത്വത്തിൽ 4 പേരുള്ള സ്ക്വാഡുകൾ രൂപീകരിച്ചു. ഫയർഫോഴ്സ്, പോലീസ് കൺട്രോൾ റൂമുകളും സജ്ജമാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് JCB, ട്രാക്ടറുകൾ എന്നിവ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു. പുഴകൾ, തോടുകൾ, വെള്ളക്കെട്ടുകൾ, കടൽ എന്നിവിടങ്ങളിൽ ഇറങ്ങരുതെന്നും കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങി കളിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, DCP അശ്വതി ജിജി, സബ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K. മനോജ്, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി, ഹസാഡ് അനലിസ്റ്റ് അഞ്ജലി പരമേശ്വരൻ, തഹസിൽദാർമാർ, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.